ഇടുക്കി കട്ടപ്പനയിൽ ലിഫ്റ്റ് അപകടത്തിൽ വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സംഘം പരിശോധന നടത്തുകയാണ്. പവിത്ര ഗോൾഡ് ഉടമ സണ്ണി ഫ്രാൻസിസ് ആണ് അപകടത്തിൽ മരിച്ചത്. രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. രാഹുൽ, അതൊരു സാധാരണ അപകടമായിരുന്നില്ല. ലിഫ്റ്റ് കുടുങ്ങി അത് പരിശോധന തുടങ്ങി എന്തോ കാരണം ലിഫ്റ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് കുതിച്ച് തലയിടിച്ച് ദാരുണമായ മരണമായിരുന്നു. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ, അശ്മി, തീർച്ചയായിട്ടും ഈ ലിഫ്റ്റിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ പരിശോധനയാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ കാരണമാണോ ഈ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയത്, ഇത്തരമൊരു അപകടം ഉണ്ടാകാൻ കാരണമായത് എന്നുള്ളതാണ് വിശദമായി പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ലിഫ്റ്റിൽ ഈ 4ാം നിലയിലേക്ക് പോകുന്നതിനിടെ ഇതിന്റെ ഉടമ, ഈ കെട്ടിടത്തിന്റെ ഉടമ സണ്ണി ഫ്രാൻസിസ് അപകടത്തിൽപ്പെടുന്നത്. ലിഫ്റ്റ് ഈ മുകളിലേക്ക് ഉയരുന്നതിനിടെ പെട്ടെന്ന് തകരാറിലായി നിന്നുപോയി. അതിനുശേഷം ഇതിന്റെ ടെക്നീഷ്യനെ വിളിച്ച് എന്താണ് സംഭവം, എങ്ങനെയാണിത് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ള സംശയം ചോദിക്കുന്നതിനിടയിലാണ് ഈ അപകടം പെട്ടെന്നുണ്ടാകുന്നത്. പെട്ടെന്ന് ഈ ലിഫ്റ്റിന്റെ വേഗത കൂടുകയും അത് 4ാം നിലയിൽ വന്ന് ഇടിച്ചു നിൽക്കുകയുമായിരുന്നു. അങ്ങനെ ലിഫ്റ്റിനകത്ത് തന്നെ വെച്ച് ഈ സണ്ണി ഫ്രാൻസിസിന്റെ തല ഇടിച്ച അപകടം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുക? അസാധാരണമായാണ് ഇത്തരത്തിലൊരു ലിഫ്റ്റ് ഇത്രയും വേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു പോയി ഒരു അപകടം ഉണ്ടാകുന്നത്. സാധാരണ ഏതെങ്കിലും വിധത്തിലൊരു ലിഫ്റ്റ് തകരാറിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റക്കായി പോവുകയാണെങ്കിൽ തൊട്ടടുത്ത നില ഏതാണോ അവിടെ പോയി നിൽക്കുകയും ആ ഡോറ് സാവധാനം തുറക്കുകയും ചെയ്യും. പുതിയ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇതിന്റെ അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് ഏറ്റവും ഉയർന്ന 4ാം നിലയിൽ പോയി ഇടിച്ചു നിൽക്കുകയും അപകടം ഉണ്ടാവുകയുമായിരുന്നു. പിന്നീട് 4ാം നിലയിൽ വന്ന് ലിഫ്റ്റിന്റെ ഡോറുകൾ വെട്ടിപ്പൊളിച്ചാണ് ഇതിനകത്ത് കുടുങ്ങിക്കിടന്നിരുന്ന സണ്ണി ഫ്രാൻസിസിനെ പുറത്തെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പരിശോധന നടക്കുന്നത്. ലിഫ്റ്റ് ടെക്നീഷ്യന്മാരും ഇവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. കമ്പനിയുടെ അധികൃതരും ഈ ലിഫ്റ്റ് കമ്പനിയുടെ അധികൃതരും ഇവിടെ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. ഈ കമ്പനി ലിഫ്റ്റ് കമ്പനിയോട് നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ജീവനക്കാർ കേട്ട് അത് ലിഫ്റ്റ് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള സാങ്കേതിക വിദ്യ അറിയാത്തവർ അത് പ്രശ്നപരിഹാരത്തിന് നോക്കിയതാണ് പ്രശ്നം എന്ന് പോലീസൊക്കെ ചില സൂചനകളായി പറഞ്ഞിരുന്നു. അങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഗുരുതരമാണ് കാര്യം. ഈ ലിഫ്റ്റൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതാണല്ലോ. അപ്പോൾ അത് കൃത്യമായി എന്താണ് കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. രാഹുൽ, തീർച്ചയായിട്ടും ആശ്മി, അത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതാണ്. കാരണം ഈ ലിഫ്റ്റ് പൊതുവെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു കമ്പനിയുടെ ലിഫ്റ്റാണ്. അത് ഇത്തരത്തിൽ ടെക്നീഷ്യൻ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിച്ചാലും അല്ലെങ്കിൽ തെറ്റായ ഏതെങ്കിലും സ്വിച്ചുകൾ അമർത്തുകയാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം അമിത വേഗതയിൽ ഇത് സ്റ്റക്കായി നിന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് 4ാം നിലയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. ഈ സ്റ്റക്കായി നിന്നിട്ടുള്ള ലിഫ്റ്റിന്റെ ഡോറുകൾ തുറക്കുക അല്ലെങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളായിരിക്കും ഒരുപക്ഷെ അടിയന്തരമായിട്ട് ഇതിന്റെ ലിഫ്റ്റ് ടെക്നീഷ്യൻ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമായിരിക്കും അടിയന്തരമായി ചെയ്യുക.